Abstract algebra. Next, group. First definition. Group in definition start ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ബൈനറി ഓപ്പറേഷൻ എന്താണെന്നോ ഒന്നുകൂടി നോക്കാം. എന്തൊരു ബൈനറി ഓപ്പറേഷൻ? സെറ്റിലൊരു ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് എസ് ക്രോസ് എസിൽ നിന്ന് എസിലേക്കുള്ള ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ഗ്രൂപ്പ്. A group G star is a set G closed under a binary operation star such that the following axioms are satisfied. ഇപ്പോൾ സെറ്റ് വിത്ത് ബൈനറി ഓപ്പറേഷൻ ഇതാണ് ഗ്രൂപ്പ്. അത് ഗ്രൂപ്പ് ആവണമെങ്കിൽ 3 ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് ആക്സിയം G1 ഗ്രൂപ്പിൻ്റെ ആക്സിയമാണ്. സോ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ആക്സിയത്തെ നമ്മൾ G1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഫോർ ഓൾ എ ബി സി എലമെൻറ്റ് ഓഫ് G വി ഹാവ് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. നമുക്കറിയാം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. Then second axiom G2, there is an element E in G such that for all x element of G, E star x is equal to x star E equal to x. Okay, it is set together with a binary operation. അത് ഗ്രൂപ്പ് ആവണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ സെറ്റിലൊരു എലമെൻറ്റ് ഇ എക്സിസ്റ്റ് ചെയ്യണം. ആ സെറ്റിൽ ഏത് എലമെൻറ്റ് എക്സ് എടുത്താലും ഇ സ്റ്റാർ എക്സ് എന്ന് പറയുന്ന എക്സ് ആയിരിക്കണം. അതുപോലെ എക്സ് സ്റ്റാർ ഇ എടുത്താലും എക്സ് തന്നെ കിട്ടണം. ഈ എലമെൻറ്റിനെ നമ്മൾ വിളിക്കുക ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ ഫോർ സ്റ്റാർ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ആക്സിയം. Corresponding to each element of G, there is an element A dash in G such that A star A dash is equal to A dash star A equal to E. സെറ്റിലെ ഏത് എലമെൻറ്റ് എ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എലമെൻറ്റ് എ ഡാഷ് എക്സിസ്റ്റ് ചെയ്യണം. എ സ്റ്റാർ എ ഡാഷ് ഐഡൻറ്റിറ്റി ആയിരിക്കണം. സെയിം വേ എ ഡാഷ് സ്റ്റാർ എ എടുത്താലും ഐഡൻറ്റിറ്റി തന്നെ കിട്ടണം. ഈ എലമെൻറ്റ് എ ഡാഷിന് എയുടെ ഇൻവേഴ്സ് എന്ന് പറയും. ഓക്കെ, സെറ്റ് ടുഗദർ വിത്ത് എ ബൈനറി ഓപ്പറേഷൻ ഗ്രൂപ്പ് ആവണമെങ്കിൽ 3 ആക്സിയംസ് വേണം. ഫസ്റ്റ് വൺ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, സെക്കൻഡ് വൺ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, തേർഡ് വൺ ഇൻവേഴ്സ്. ആ ഗ്രൂപ്പ് സെറ്റിലെ ഏത് എലമെൻറ്റ് എടുത്താലും ഇൻവേഴ്സ് വേണം. Next, abelian group. A group G is abelian if its binary operation is commutative. അപ്പോൾ ഈ 3 ആക്സിയം കൂടാതെ വൺ മോർ ആക്സിയം, അതായത് G4 എന്ന് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ ദാറ്റ്സ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ഫോർ ഓൾ എ ബി എലമെൻറ്റ് ഓഫ് G. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഏതെങ്കിലും 2 എലമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, അതിൽ എല്ലാ എലമെൻറ്റും സാറ്റിസ്ഫൈ ചെയ്യണം. ഏത് എ ബി എടുത്താലും എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കണം. Then that's an abelian group. Now some examples. Set with operation. First set നോക്കുക Z plus, that is positive integers. അതിലെ നമ്പേഴ്സ് നോക്കി 1 2 3 etc. Set of all positive integers 1 2 നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇത് സെറ്റ് ടുഗദർ വിത്ത് നമ്മൾ യൂഷ്വൽ അഡീഷൻ. ഗ്രൂപ്പാണ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഗ്രൂപ്പ് ആണെങ്കിൽ സെറ്റ് വിത്ത് ബൈനറി ഓപ്പറേഷൻ. നമുക്കറിയാം അഡീഷൻ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൽ ബൈനറിയാണ്. ഏത് 2 പോസിറ്റീവ് ഇൻറ്റിജർ ആഡ് ചെയ്താലും നമുക്ക് കിട്ടുക ഒരു പോസിറ്റീവ് ഇൻറ്റിജർ തന്നെ. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താ? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഇപ്പോൾ അഡീഷൻ നമുക്കത് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് കിട്ടി. നെക്സ്റ്റ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. നമുക്കറിയാം അഡീഷൻ്റെ കേസിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സാധാരണ യൂഷ്വൽ അഡീഷൻ നമ്പേഴ്സിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അഡീഷൻ്റെ കേസിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, അതായത് ഈ സെറ്റിലെ ഏത് എലമെൻ്റ് എടുത്ത് ആഡ് ചെയ്താലും ഒരു എലമെൻറ്റിനോട് ആഡ് ചെയ്താൽ നമുക്ക് ആ സെയിം എലമെൻറ്റ് തന്നെ കിട്ടണം. അങ്ങനെ ഒരു എലമെൻറ്റ് ഏതായിരിക്കും അഡീഷനിൽ? 0. 2 + 0 എന്ന് പറഞ്ഞാൽ 2 തന്നെ കിട്ടും. 0 + 2 എടുത്താലും 2 തന്നെ. അതുപോലെ 3 + 0 എടുത്താലും 3, 0 + 3 എടുത്താലും 3 തന്നെ. സോ 0 ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഈ സെറ്റിൽ ആ എലമെൻ്റ് ഇല്ല. സോ നമുക്ക് പറയാം ദിസ് നോട്ട് എ ഗ്രൂപ്പ്. റീസൺ ഇതാണ്, നോ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. നെക്സ്റ്റ് സെറ്റ് നോക്കി നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് 0 1 2 3 etc. സോ നമ്മൾ ആദ്യത്തെ സെറ്റുമായിട്ട് കമ്പയർ ചെയ്താൽ ഇവിടെ 0 എക്സ്ട്രാ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ സെറ്റിലെ പ്രോബ്ലം ഇതായിരുന്നു, ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇല്ലായിരുന്നു. ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയി. ഇതൊരു ഗ്രൂപ്പാണ്. 0 1 2 3 etc. നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിൽ അഡീഷൻ ക്ലോസ്ഡ് ആണ്. ഇതിനകത്ത് ഏത് 2 നമ്പർ എടുത്ത് ആഡ് ചെയ്താലും ഈ സെറ്റിൽ തന്നെ ഒരു എലമെൻറ്റ് കിട്ടും. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അഡീഷനാണ്, നമ്പേഴ്സിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അഗെയിൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് നമുക്കറിയാം 0, അതിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? ഇൻവേഴ്സ്. ഇതൊരു ഗ്രൂപ്പ് ആവണമെങ്കിൽ ഇതിൽ ഓരോ എലമെൻറ്റും ഇൻവേഴ്സ് വേണം.
ഗ്രൂപ്പാണെന്ന് നോക്കാം. ഇറ്റ്സ് നോട്ട് എ ഗ്രൂപ്പ്. റീസൺ ഇതാണ്. ഇവിടെ 2 എടുത്താൽ 2 ഇൻവേഴ്സ്, 2ൻ്റെ കൂടെ ഏതെങ്കിലും ആഡ് ചെയ്താൽ നമുക്ക് ഐഡൻറ്റി 0 കിട്ടും. അപ്പോൾ 2ൻ്റെ കൂടെ -2 ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. പക്ഷേ -2 സെറ്റിലില്ല. സോ ഇറ്റ്സ് നോട്ട് എ ഗ്രൂപ്പ്. 2 മാത്രമല്ല, ഇവിടെ 3 എടുത്താലും 3 + -3 ആണ് 0. സോ -3 ഇവിടെ ഇല്ല. സോ ഇറ്റ്സ് നോട്ട് എ ഗ്രൂപ്പ്. ഇവിടെ ഇൻവേഴ്സ് ഉള്ള ആകെ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ 0. 0യുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 0 + 0 = 0. സോ 0യുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 0 തന്നെ. ഓക്കെ, നെക്സ്റ്റ് സെറ്റിലേക്ക് വരാം. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് -2, -1, 0, 1, 2, 3 എക്സെട്ര അണ്ടർ അഡീഷൻ. അപ്പോൾ നോക്കുക, നമ്മുടെ ആദ്യത്തെ സെറ്റിൽ നിന്ന് നെഗറ്റീവ് നമ്പേഴ്സുമായി. അപ്പോൾ നമ്മുടെ ഇൻവേഴ്സിൻ്റെ പ്രശ്നം തീർന്നു. നമുക്ക് ഈ സെറ്റ് അഡീഷൻ ക്ലോസ്ഡ് ആണ്. ഏത് 2 ഇൻറ്റിജർ എടുത്ത് ആഡ് ചെയ്താലും റിസൾട്ട് ഒരു ഇൻറ്റിജർ തന്നെ. ദെൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അഡീഷനാണ്. സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്പേഴ്സിലുള്ള അഡീഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഐഡൻറ്റി എലമെൻറ്റ് 0 ഉണ്ട്. ദെൻ ഓരോ എലമെൻ്റ് എടുത്താൽ അതിൻ്റെ ഇൻവേഴ്സ്, ഇപ്പോൾ 1ൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -1, 1 + -1 നമ്മുടെ ഐഡൻറ്റി എലമെൻറ്റ് 0 കിട്ടും. സോ ദിസ് സെയിം ഗ്രൂപ്പ്. This group is abelian. Addition commutative property sets ചെയ്യുന്നത് a + b = b + a ആണ്. So all ab element of this set. So ഇനി ഐഡൻറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 0. നെക്സ്റ്റ് സെറ്റ് QRC under addition. Same way, that's also group, abelian group. Then identity element 0. Next Z plus under multiplication. Set of all positive integers under multiplication. What about this set? Multiplication closed ആണ്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ റിസൾട്ട് അഗെയിൻ എ പോസിറ്റീവ് ഇൻറ്റിജർ. സോ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണ്. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. മൾട്ടിപ്ലിക്കേഷനാണ് നമ്പേഴ്സിൻ്റെ കേസിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഐഡൻറ്റി എലമെൻറ്റ് Z+ ആണ്. Z+ലെ നമ്പേഴ്സ് നമുക്കറിയാം 1, 2, 3 എക്സെട്ര. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡൻറ്റി എലമെൻ്റ് ഏതാണ്? എലമെൻറ്റിനോട് ഏത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആ എലമെൻറ്റിനെ കിട്ടുക 1 മൾട്ടിപ്ലൈ ചെയ്താൽ. സോ ഐഡൻറ്റി എലമെൻ്റ് ആയിരുന്നു 1. പിന്നെ നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടേ? ഇൻവേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഇൻവേഴ്സ് ഉണ്ടോ ഈ സെറ്റിൽ? ഒരു എലമെൻറ്റ് 2 എടുത്താൽ 2ൻ്റെ ഇൻവേഴ്സ് എന്താ വരിക? 2ൻ്റെ കൂടെ ഏത് ഓപ്പറേറ്റ് ചെയ്താലാണോ നമ്മുടെ ഐഡൻറ്റി എലമെൻറ്റ് 1 കിട്ടുക? 2ൻ്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 1 കിട്ടുക. നമ്മുടെ 1/2 ഈ സെറ്റിൽ മെമ്പർ അല്ല. സോ ദിസ് നോട്ട് എ ഗ്രൂപ്പ്. ഇപ്പോൾ 2ന് ഇൻവേഴ്സ് ഇല്ല, 3 എടുത്താലും 3ന് ഇൻവേഴ്സ് ഇല്ല. ഇൻവേഴ്സ് ഉള്ള ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, 1ന് മാത്രം. 1ൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 × 1 = 1. സോ 1 is the inverse of 1. നെക്സ്റ്റ് Q + R + under multiplication. ഗ്രൂപ്പാണോ? Q+ ഒക്കെ വരുമ്പം ഇൻവേഴ്സ് എലമെൻ്റായി. R+ ആകുമ്പോഴും ഏത് എലമെൻ്റ് എടുത്താലും ഇൻവേഴ്സ് ഉണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. സോ ഗ്രൂപ്പാണ്, അബീലിയനാണ്. കാരണം മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റി എന്ന് പറയുന്നത് 1. ഇത് Q*, R*, C*. Q*, R*, C* എന്ന് പറയുന്നത് നോൺ സീറോ റാഷണൽ നമ്പേഴ്സാണ് Q*. അതായത് Q - H0. R* മീൻസ് നോൺ സീറോ റിയൽ നമ്പേഴ്സ്, R - H0. C* മീൻസ് C - H0, non-zero complex numbers. Under multiplication, this group abelian group ആണ്. Then identity element ഏതായിരിക്കും? 1. Okay. First example, m/n over R. Okay, സിമ്പിൾ പരിചയമുണ്ട് ബൈനറി ഓപ്പറേഷൻ കേസിൽ. m set of all matrices ഡിനോട്ട് ചെയ്യുന്നു. m/n മെട്രിക്സിൻ്റെ ഓർഡർ ആണ് ഓവർ ആർ, എൻട്രീസ് ഫ്രം ആർ. m/n ഓർഡറുള്ള എൻട്രീസ് ആറിൽ നിന്ന് വരുന്ന എല്ലാ മെട്രിക്സിൻ്റെ കളക്ഷൻ അണ്ടർ മെട്രിക്സ് അഡീഷൻ. മെട്രിക്സ് അഡീഷനാണ് നമ്മുടെ ഓപ്പറേഷൻ. ഇത് ഗ്രൂപ്പാണെന്നതാണ് ക്വസ്റ്റ്യൻ. ആലോചിച്ച് നോക്കിയേ, 2 m/n മെട്രിക്സ് ആഡ് ചെയ്താൽ റിസൾട്ട് ഒരു m/n മെട്രിക്സ് ആയിരിക്കും. സോ ബൈനറി ഓപ്പറേഷനാണ് അടുത്ത ഓപ്പറേഷൻ. മെട്രിക്സ് അഡീഷൻ എന്ന് പറയുന്നത് ബൈനറിയാണ്. ദെൻ നെക്സ്റ്റ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, മെട്രിക്സ് അഡീഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഐഡൻറ്റി എലമെൻറ്റ്, മെട്രിക്സ് ആണ്. മെട്രിക്സിൽ ഐഡൻറ്റി എലമെൻറ്റ് ഏതാ വരിക? ഒരു മെട്രിക്സിൻ്റെ കൂടെ ഏത് ആഡ് ചെയ്യുമ്പോഴാണ് ആ സെയിം മെട്രിക്സ് വരിക? സീറോ മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ. സോ ഐഡൻറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
ഏത് എം ബൈ എൻ മെട്രിക്സ് എടുത്താലും മെട്രിക്സ് അഡീഷനാണ് ഓപ്പറേഷൻ. മെട്രിക്സ് അഡീഷൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിലെ ഓരോ എലമെൻറ്റിൻ്റെയും അഡിറ്റീവ് ഇൻവേഴ്സ് എൻട്രീസ് ആയിട്ട് വരുന്ന മെട്രിക്സ് കൺസിഡർ ചെയ്യുക. അതിനകത്തൊരു എലമെൻ്റ് ആണെങ്കിൽ -a അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻവേഴ്സ് മെട്രിക്സിലെ എലമെൻ്റ് ആയിരിക്കും. ആ രീതിയിൽ മെട്രിക്സ് കൺസിഡർ ചെയ്താൽ ഇൻവേഴ്സ് ഉണ്ട്. സോ ദിസ് എ ഗ്രൂപ്പ്. ദെൻ next one, Mn of R, set of all matrices with a set of all n by n matrices with entries from R. Under the operation matrix multiplication ആണ്. It's not a group. ഇതായിരിക്കും കാരണം രണ്ട് n by n മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ റിസൾട്ട് n by n മെട്രിക്സ് തന്നെയാണ്. അതിൻ്റെ എൻട്രീസ് ആറിൽ തന്നെ എൻട്രീസ് ആയിരിക്കും. സോ ഇതൊരു ബൈനറി ഓപ്പറേഷനാണ്. Then associative property, matrix multiplication associative property സെറ്റ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്ലസ് ടു തന്നെ പഠിച്ചിട്ടുണ്ട്. ദെൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, മൾട്ടിപ്ലിക്കേഷന് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഏതായിരിക്കും? മൾട്ടിപ്ലിക്കേഷന് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഏതായിരിക്കും? ഐഡൻറ്റിറ്റി മെട്രിക്സ്. ദെൻ ഇൻവേഴ്സ് n by n മെട്രിക്സ് ആണ്. ഇവിടെ എല്ലാ എൻട്രീസും 0 ആയിട്ടുള്ള ഒരു n by n അല്ല, n by n ആണ്. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. n by n മെട്രിക്സ് ആണ്. എല്ലാ എൻട്രീസും 0 ആയിട്ടുള്ള ഒരു n by n മെട്രിക്സ് എടുത്താൽ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. സോ ദിസ് നോട്ട് എ ഗ്രൂപ്പ്. നെക്സ്റ്റ് വൺ GLN ആണ്. ദിസ് ഓൾ ഇൻവേർട്ടബിൾ n by n മെട്രിക്സ് വിത്ത് എൻട്രീസ് ഫ്രം R. നമുക്കറിയാം, ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ട എക്സാമ്പിളിൽ സെറ്റ് ഓഫ് ഓൾ n by n മെട്രിക്സ് ഓവർ R എടുത്തപ്പോൾ നമുക്ക് ദാറ്റ് ഇസ് നോട്ട് എ ഗ്രൂപ്പ്. റീസൺ അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കണ്ടീഷൻ കൂടി എടുത്തു. ഓൾ ഇൻവേർട്ടബിൾ n by n മെട്രിക്സ് വിത്ത് എൻട്രീസ് ഫ്രം R. ഒരു കണ്ടീഷൻ കൂടി ഇതിൻ്റെ കൂടി ആഡ് ചെയ്തു. ഇൻവേർട്ടബിൾ ആയിട്ടുള്ള മെട്രിക്സ് മാത്രം എടുത്തു. n by n മെട്രിക്സ് മാത്രം എൻട്രീസ് ഫ്രം R. അതിനെയാണ് നമ്മൾ GLN ആണെന്ന് ഡിനോട്ട് ചെയ്യുക. ജനറൽ ലീനിയർ ഗ്രൂപ്പ് വിത്ത് n by n ഓർഡർ ആൻഡ് എൻട്രീസ് ഫ്രം R. ദിസ് അണ്ടർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഇല്ല എന്നുള്ളതായിരുന്നു Mn of R. സോൾവ് ചെയ്തു. ഇറ്റ്സ് എ ഗ്രൂപ്പ്. പക്ഷേ ദിസ് ഗ്രൂപ്പ് ഈസ് നോട്ട് അബിലിയൻ. നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സോ ദിസ് എ നോൺ അബിലിയൻ ഗ്രൂപ്പ്. ദെൻ അവിടുത്തെ ഇൻവേഴ്സ് അറിയാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡൻറ്റി ഇൻവേഴ്സ് അല്ല, ഐഡൻറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് IN. ഐഡൻറ്റി മെട്രിക്സ് വിത്ത് ഓർഡർ n by n. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രോബ്ലം. ലെറ്റ് star defined on Q plus by A star be equal to AB by 2. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ Q പ്ലസ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. അത് തന്നിരിക്കുന്ന ഓപ്പറേഷൻ സ്റ്റാർ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് A star be equal to AB by 2. Is Q plus under star a group? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഗ്രൂപ്പാണ് ചെക്ക് ചെയ്യാൻ ഫസ്റ്റ് നോക്കേണ്ടത് എന്താ? ബൈനറി ഓപ്പറേഷൻ ആണോ എന്നുള്ളത് നോക്കാം. A star B എന്ന് പറയുന്നത് AB by 2. അപ്പോൾ AB ഇത് രണ്ടും Q പ്ലസിലെ മെമ്പേഴ്സാണ്. അപ്പോൾ AB by 2 എടുത്താലോ? എയും ബിയും പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സാണ്. എ ഇൻറ്റു ബി പോസിറ്റീവ് റാഷണൽ നമ്പറാണ്. സോ ഡിവൈഡഡ് ബൈ 2 എടുത്താലും ദാറ്റ്സ് അഗൈൻ എ പോസിറ്റീവ് റാഷണൽ നമ്പർ. സോ AB by 2 എലമെൻറ്റ് ഓഫ് Q പ്ലസ്. സോ ഇതിലേത് രണ്ട് എലമെൻറ്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താലും റിസൾട്ട് Q പ്ലസിലുണ്ട്. therefore it's a binary operation. സെക്കൻഡ് ഗ്രൂപ്പാണ് നോക്കാൻ നമ്മുടെ ഫസ്റ്റ് ആക്സിയം G1 അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. നമുക്ക് നോക്കാം. ഇവിടെ A സ്റ്റാർ B സ്റ്റാർ C ഈക്വൽ ടു എന്താ കിട്ടും? A സ്റ്റാർ B എന്ന് പറയുന്നത് AB by 2 സ്റ്റാർ C ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ AB by 2 സ്റ്റാർ C. സെയിം ഓപ്പറേഷൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? AB by 2 ഇൻറ്റു AB ഇൻറ്റു C by 2. Sorry, AB by 2 into C by 2, that is ABC by 4. Again A star B star C operate ചെയ്യുമ്പോൾ A star B star C is BC by 2, that is equal to A into BC by 2 all divided by 2, that is ABC by 4. So both are equal. A star B star C equal to A star B star C. So associative property sets ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് തേർഡ് വൺ G2 ഐഡൻറ്റിറ്റി എലമെൻറ്റ്. A star E ഈക്വൽ ടു A. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എയുടെ കൂടെ എ എന്ന് പറഞ്ഞ ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ കൂടെ ഒരു എലമെൻറ്റ് ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് ആ സെയിം എലമെൻറ്റ് കിട്ടണം. അപ്പോൾ നമുക്ക് ഇതിനെ
ആ എലമെൻറ്റ് നമ്മളിവിടെ നോക്കാം. സപ്പോസ് എ സ്റ്റാർ ഈക്വൽ ടു എ ആണെങ്കിൽ നമുക്ക് സ്റ്റാർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റാറിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്താൽ a/2 ഈക്വൽ ടു എ വിച്ച് ഇംപ്ലൈസ് എ ഈക്വൽ ടു 2a വിച്ച് ഇംപ്ലൈസ് e ഈക്വൽ ടു 2. അതുപോലെ ഇ സ്റ്റാർ എ ഈക്വൽ ടു എ ആണെങ്കിലോ a/2 ഈക്വൽ ടു എ വിച്ച് ഇംപ്ലൈസ് e ഈക്വൽ ടു 2a വിച്ച് ഇംപ്ലൈസ് e ഈക്വൽ ടു 2. So anyway a ഈക്വൽ ടു 2 is our identity element. a star 2 എടുത്താൽ നമുക്ക് a തന്നെ കിട്ടും. So next G3 inverse a star a dash is equal to e. അങ്ങനെ a dash എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ. a star a dash എന്ന് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? a star a dash by 2 ഈക്വൽ ടു e is 2 which implies a dash is equal to 4 by a. Same way a dash star a equal to e എന്ന് എടുത്താലും a dash is equal to 4 by a കിട്ടും. So 4 by a is our inverse of a. ഏത് എടുത്താലും അതിന് ഇൻവേഴ്സ് ഉണ്ട്, 4 by a അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. സോ നമ്മുടെ ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും 3 ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഓപ്പറേഷൻ ബൈനറി ആണ്. സോ ദിസ് എ ഗ്രൂപ്പ് Q plus under this binary operation star is a group. Okay.